ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പോൾ നമുക്കിന്ന് നാടൻ രുചിയിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ചെയ്യാം അല്ലേ? അതിന് ഞാനിവിടെ 1 കിലോ ഞണ്ട് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കാണിക്കുന്നത് ഞണ്ട് നന്നാക്കാൻ അറിയാത്ത പിള്ളേരൊക്കെ ഉണ്ടാകൂലേ, അവർക്ക് വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഇതേപോലെ ഞണ്ടിനെ നമുക്ക് തോട് ഇങ്ങോട്ട് അടത്തിയെടുക്കാം കേട്ടോ. അതിലെ വേസ്റ്റൊക്കെ കളയണം. ഞണ്ടൊരെണ്ണം നന്നാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഞണ്ടും ഇതേപോലെ തന്നെ ഞാൻ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാനത് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ നല്ല പോലെ തന്നെ കഴുകിയെടുക്കണം. എന്നിട്ട് ഒരു ഞണ്ടിനെടുത്തിട്ട് നമ്മളിങ്ങനെ 2 കഷ്ണാക്കിയിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഞണ്ടെല്ലാം വൃത്തിയാക്കി കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ അത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. പിന്നൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 20 അല്ലി ചുമന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 8 വെളുത്തുള്ളി, 3 പച്ചമുളക് ചതച്ചെടുത്തതാണ്. പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അത് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഇനി അതിലേക്ക് 3 മീഡിയം സൈസ് സവാള ഇങ്ങനെ നീളത്തിൽ കട്ടി കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നല്ലപോലെ തന്നെ അത് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ചുമന്നുള്ളിയില്ലേ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും നന്നായിട്ട് തന്നെ ഒന്ന് മൂത്ത് വരട്ടെ കേട്ടോ. അതും നല്ലപോലെ ആയി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ ഇതിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കളറിന് വേണ്ടി മാത്രമാണ് കാശ്മീരി മുളക് പൊടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, ഒട്ടും എരിവില്ല കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ടുള്ള അതാണ് ഞാൻ കുരുമുളക് പൊടിയും പച്ചമുളകും എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് 2 ടീസ്പൂണൊന്നും ഇടരുത് കേട്ടോ, ഭയങ്കര എരിവായിട്ട് മാറും കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ തന്നെ ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ പോയി നമ്മളെ പൊടികൾ നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നമ്മളുടെ ചട്ടി ഇങ്ങനത്തെ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടി പിടിക്കും. ഇപ്പം നല്ല പോലെ തന്നെ അതും മൂത്തൊക്കെ വന്നിട്ടുണ്ട്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളുടെ കറി ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നന്നാക്കി ഒക്കെ വെച്ചില്ലേ, ആ ഞണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്.
നമുക്കതൊന്ന് അടച്ച് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 10-12 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ നമ്മളുടെ ഞണ്ടിലെ ചാറൊക്കെ വറ്റി നല്ല പോലെ തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഞാൻ ഇടയ്ക്ക് തുറന്നിട്ട് ഒന്ന് ഇളക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം അടി പിടിക്കാതിരിക്കാൻ ഇടയ്ക്ക് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തിരി കൂടിയും ഗ്രേവിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. കണ്ടില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമുക്കിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ഞണ്ടൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.